ഈ മനോഹരമായ വീട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ആർക്കിടെക്ചറാണ് കേട്ടോ. ഇത് ഏത് സ്റ്റൈലാണ്? ട്രഡീഷണൽ മോഡലാണോ അതോ യൂറോപ്യൻ സ്ട്രക്ചറിന് ട്രഡീഷണൽ മോഡലിലോട്ട് കൊണ്ടുവന്നതാണോ ഐ ഡോണ്ട് നോ. അത് നമ്മൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഇദ്ദേഹമാണ്. പേര് മഹേഷ് അല്ലേ? എൻ്റെ അയൽവാസിയാണ്. പക്ഷെ ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നതാണ്. കാരണം ഇദ്ദേഹം ലോകം മുഴുവൻ ചുറ്റുന്ന മർച്ചന്റ് നേവിയിലാണ്. ഏത് കമ്പനിയാണ് നിങ്ങളുടേത്? ഞാനിപ്പോൾ അറ്റ്ലാന്റിക് ഓഫ് ഷോർ, നോർവീജിയൻ കമ്പനി. എങ്ങനെ എത്തിപ്പെട്ടു അങ്ങോട്ട്? ഞാൻ എഞ്ചിനീയർ കഴിഞ്ഞാണ്, ഡിപ്ലോമ ഇലക്ട്രിക്കൽ കഴിഞ്ഞു, അതായത് ബിടെക് ചെയ്തു. അപ്പോൾ എൻ്റെ ഡിപ്ലോമ കുറച്ച് ഫ്രണ്ട്സ് ആദ്യം മർച്ചന്റ് നേവിയിൽ കയറി. പിന്നെ അവരെ നിന്ന് കണ്ട് അവരെ ഇൻസ്പയർഡ് ആയിട്ടാണ് പിന്നെ ഞാനും അങ്ങനെ. ഏതൊക്കെ രാജ്യങ്ങളിൽ ചുറ്റിക്കറങ്ങും നിങ്ങൾ? ആർട്ടിക് അന്റാർട്ടിക് ഒഴിച്ച് ബാക്കി എല്ലാ വേണ്ടകളിൽ പോയിട്ടുണ്ട്. ഇന്ത്യ വിടും? ഇന്ത്യ വിടും. എത്ര നാള് അടുപ്പിച്ചുണ്ടാവും ഓണും ഓഫും? ഇപ്പോൾ 6 വീക്സ് ഓൺ 6 വീക്സ് ഓഫ് അങ്ങനെ. അപ്പോൾ മർച്ചന്റ് നേവി എന്താണെന്നുള്ളത് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പറഞ്ഞത്. അതിനു മുമ്പ് ഈ വീടിന് ഇത് ശരിക്ക് ഏതാ ആർക്കിടെക്ചർ, ഏത് സ്റ്റൈലാ? ഞങ്ങൾ ട്രഡീഷണൽ ആണ് ഉദ്ദേശിച്ചത്. മാക്സിമം ട്രഡീഷണൽ കൊണ്ടുവരാൻ നോക്കി. പിന്നെ ടേസ്റ്റ് മാറുന്നതനുസരിച്ച് ഞങ്ങൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാണ്. ഈ ക്ലാഡിങ്സ് ആദ്യം ഞങ്ങള് കല്ലിന്റെ തന്നെ ക്ലാഡിങ്സ് ആണ് ഉദ്ദേശിച്ചത്, മറ്റേ ചെങ്കല്ലിന്റെ തന്നെ. പിന്നെ അത് അതിൽ നിന്നൊരു ചേഞ്ചിനാൻ വേണ്ടിയിട്ട് ഇത് എന്തിൻ്റെതാ ക്ലാഡിങ്? രാജസ്ഥാനിൽ നിന്നുള്ള കോപ്പർ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇതിന് നല്ല എമൗണ്ട് ഉള്ള സാധനമാണ്. ഓക്കെ, ഇതെന്തിനു വെച്ചിട്ടുള്ളതാ? ഇതൊരു സപ്പോർട്ടീവ് ബീമാണോ? സപ്പോർട്ടീവ് ആണത്. സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു വരാന്തികൾ എടുക്കുക, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് ചെയ്ത വെൽഡർ ഫാബ്രിക്കേറ്ററിന്റെ ഐഡിയ. വരാന്ത ഇല്ലാതെ ഉള്ളിൽ എന്താണ് ചെയ്ത് വെച്ചേക്കണം നോക്കട്ടെ കേട്ടോ. നിങ്ങൾ തന്നെ കാണിച്ചു തന്നോളൂ. ഇവിടെ വരുമ്പോഴാണ് വീടിന്റെ ശരിക്കുള്ള ഭംഗി നമ്മൾക്ക് മനസ്സിലാവുക. ഇത് മറ്റേ പോത്താങ്കുടി ടൈൽസ് ആണോ? അല്ല, ഇത് നോർമൽ ടൈലാണ്. അത്താങ്കുടി നമ്മൾ ചെയ്തില്ല. അത്താങ്കുടി ഫെയ്ഡ് ആവും എന്നുള്ള ഒരു ഇതുണ്ട്. ഇത് കംപ്ലീറ്റ് വുഡൻ ആണോ അതോ വുഡ് ഫിനിഷ്? അല്ല, വുഡ് ഫിനിഷ് ടൈൽസ് ആണ്. അത് ടൈലാണ് അല്ലേ? ടൈലാണ്. ഒറ്റത്തടിയിൽ ഉണ്ടാക്കിയതാ? അല്ല, അത് ഞങ്ങൾ പഴയ വീടിന്റെ ഡോറായിരുന്നു. ആ ഡോറിന്റെ നേരിട്ട് ഇവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചതാ, പഴയ വീടിന്റെ ഓർമ്മയ്ക്ക്. എവിടെയായിരുന്നു പഴയ വീട്? ഇതല്ല, ഇവിടെ ഫ്രണ്ടില് ഞങ്ങൾ. ഈ വീട് ഇപ്പൊ പണിതിട്ട് എത്ര വർഷമായി? ഇപ്പൊ 1 കൊല്ലം. ഓക്കെ. ഇവര് മർച്ചന്റ് നേവിയിൽ ചെയ്യുന്നതേ സീസ്മിക് ടെസ്റ്റുകളൊക്കെയാണ്. എന്താണ് കറക്റ്റ് ചെയ്യുന്നത്? സീസ്മിക് സർവേ എന്ന് പറഞ്ഞാൽ കടലിന്റെ അടിത്തട്ടിൽ എന്തൊക്കെയാണ് ധാതു ലവണങ്ങൾ, പെട്രോളിയം പ്രൊഡക്ട്സ്, അതായത് ക്രൂഡ് ആണോ ഗ്യാസ് ആണോ, ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സീസ്മിക് സർവേ എന്ന് പറഞ്ഞാൽ. അതിൽ ഒരു വലിയൊരു ഷിപ്പ്, അതിന്റെ പിന്നിൽ കുറെ സെൻസറുകൾ, ഇങ്ങനെ ഒരു 10 കിലോമീറ്റർ നീളത്തിൽ ഇങ്ങനെ മൈക്രോഫോൺസ് ആണ്. അപ്പൊ എന്നിട്ട് ഷിപ്പിൽ നിന്ന് ഒരു ഹൈ പ്രഷറിൽ സൗണ്ട് വേവ്സ് കടലിന്റെ അടിത്തട്ടിൽ സോണർ പോകും. സോണർ തന്നെയല്ലേ? സൗണ്ട് വേവ്സ് ആണ്. സോണർ വേവ്സ് പോയിട്ട് അത് തിരിച്ച് വരും. ആ മൈക്രോഫോൺസ് അത് ക്യാച്ച് ചെയ്യും. എന്നിട്ട് ഇതിനെ കപ്പലിലുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനത് ഡീകോഡ് ചെയ്തിട്ട് ഓരോ സബ്സ്റ്റൻസിനും ഓരോ ഫ്രീക്വൻസിയും ഇതൊക്കെ ഉണ്ടാകും. ആ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് അവിടെ ഉള്ളത് എന്താണ്, എത്ര ക്വാണ്ടിറ്റി ആണെന്ന് അറിയാൻ പറ്റും. സയന്റിസ്റ്റുകളുണ്ട്. മാപ്പിംഗ് ആണ്, 3D മാപ്പിംഗ്, 4D മാപ്പിംഗ്, 2D മാപ്പിംഗ്, അങ്ങനെ പോലെ. അപ്പൊ മറ്റേ അവതാർ സിനിമയില് അവര് സീബെഡ് മാപ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾക്കൊരു 3D മാപ്പ് അല്ലെ? കേരളത്തില് ഇപ്പോ കരിമണല് അങ്ങനെയുള്ള സംഗതികളൊക്കെ വരുന്നുണ്ടല്ലോ, അത് കണ്ടുപിടിച്ചത് നിങ്ങളുടെ കമ്പനിയാണ്. ഒരു 3 കൊല്ലം മുമ്പ് അവിടെ സർവേ നടത്തിയിട്ട് ഇതൊരു കൊമേഴ്ഷ്യൽ ആയിട്ട് നല്ലോണം പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ടെന്ന് ഗവൺമെന്റിന് പറഞ്ഞു കൊടുത്തത്. ഇതാണ് ലിവിംഗ് റൂം, ലിവിംഗ് കം ഡൈനിങ്. ഇപ്പൊ ഈ ഹാളിൽ വന്നപ്പോ ത്രിവേണി സംഗമം എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പുറത്ത് ഡൈനിങ്, ഇതൊരു സെക്കൻഡ് ലിവിങ്, ദെൻ ഇവിടെ കിച്ചൺ. ഇവിടെ ഓപ്പൺ കിച്ചൺ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ പ്രചാരത്തിലായി. നിങ്ങൾക്ക് അതിന്റെ സ്മെല്ല് പ്രശ്നങ്ങളൊന്നും ഇല്ല, ഒരു യൂസർ ഫ്രണ്ട്ലി ആണ് ശരിക്കും ഇത് പറഞ്ഞാല്. ഇതാണ് ലിവിംഗ് കം ഡൈനിങ്. ഇതെന്താണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം? ഒരു ബെഞ്ചും 4 ചെയറും. ഇപ്പൊ ഇത് കോമൺ ആണ് ഇപ്പോ ബെഞ്ച് വരുന്നത്. ഇത് നമ്മളെ പഴയ വീട്ടിൽ തന്നെ ഡൈനിങ്. നിങ്ങളിവിടെ എത്ര പേര് താമസിക്കുന്നുണ്ട്? അച്ഛനമ്മ, ഞാൻ, വൈഫ്, മോള്. ഇവിടെ ചെറിയ പഠിക്കാനുള്ള സൗകര്യങ്ങളാണ്, മോന്റെ സംഗതികളൊക്കെയാണ്, വാർഡ്രോബ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ദെൻ ബെഡ്റൂംസ് ആണ് നെക്സ്റ്റ് വരുന്നത്. നമുക്ക് ആദ്യം മുകളിൽ പോയിട്ട് വരാം. ഇത് രസമായിട്ടാ ഇങ്ങനെ വെച്ചത്. നല്ല ഫങ്ഷണലും ആണ്, നമുക്ക് സുഖമായിട്ട് പിടിച്ച് കയറുകയും ചെയ്യാം. ഐ ലവ് ദിസ് ടൈൽസ് മാൻ. അടിപൊളി ടൈൽ. എനിക്ക് പാസ്റ്റൽ ഷെയ്ഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? നല്ല ഭംഗിയുള്ള. ഇവിടെ 2 ബെഡ്റൂമോ? ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. വുഡിനോടാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നു. പിന്നെ അടുക്കായിൽ പെട്ടെന്ന് അറിയില്ല, അങ്ങനെ ഒരു ഗുണം. മെയിൻ്റനൻസ് സുഖമാണ്. ഇത് ടോട്ടല് 20 സെന്റ് അല്ലേ? സ്ഥലം 20 സെന്റ്. ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാ? ഇത് 2650. ഇത് പണിത ആർക്കിടെക്ട് ആരാ? ആർക്കിടെക്ട് ഇല്ലേ, സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അത് വൈഫിന്റെ അമ്മാവന്റെ മാന സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരുന്നു. പിന്നെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഇവിടെ ഉണ്ട് ഒരു ടോയ്ലറ്റ്. ഇത് മോളുടെ ബെഡ്റൂം.
ടോയ്ലറ്റുകളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ടോയ്ലറ്റിലുള്ള എല്ലാ ആധുനിക ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. ദെൻ ഇത് ഇവരുടെ പഴയ വീട്ടിലെ നൊസ്റ്റാൾജിയ, ഇത് ഇവർക്ക് കളയാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ വീട്ടിലും ഉണ്ടാവും ഇങ്ങനെ ഒരു അലമാര, നമ്മുടെ പണ്ടത്തെ അലമാര. എൻ്റെ വീട്ടിലുണ്ടാവും, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വേറൊരു ബെഡ്റൂം ഉണ്ട്. ഇല്ല, അത് ഓപ്പൺ ഏരിയ ആണ് അവിടെ. ഇത് എന്തിൻ്റെതാ സംഗതി? അത് എയർ സർക്കുലേഷൻ വേണ്ടിയിട്ടാ, അവിടെയുള്ള എയർ പുറത്തേക്ക് തള്ളി കളയാൻ വേണ്ടിട്ട് താഴത്തെ എയർ ഇതാക്കാനായിട്ട്, ചൂട് ഒഴിവാക്കാൻ അല്ലേ? ചൂട് ഒഴിവാക്കാൻ. പിന്നെ ഇവിടെ ഒരു ബാൽക്കണിയും ഉണ്ട്. ബാൽക്കണിയിലെ ടൈലും ഈ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ടൈലുകളൊക്കെ നമ്മൾ മലയാളികൾ കൂടുതലായിട്ട് ഉപയോഗിച്ചു തുടങ്ങി. പണ്ട് നമ്മൾക്ക് പ്ലെയിൻ കളറാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം എല്ലാവർക്കും ഡിസൈൻ സെൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് ഇതൊരു നാട്ടിൻപുറമാണ് കേട്ടോ. അതേ മരം കൊത്തി, അണ്ണാൻ, അങ്ങനെ എല്ലാം ഉണ്ട്. ഒരു ശുദ്ധമായ നാട്ടിൻപുറം എന്ന് പറയും. പറഞ്ഞ പോലെ ഇവിടെ ചൂടില്ല, ഒട്ടും ചൂടില്ല. മുകളിൽ മറ്റേ ഇതുണ്ടല്ലോ, റൂഫിംഗ് ഉണ്ടല്ലോ, അതിന്റെ വേനൽക്കാലത്ത് ഇവിടെ കുറച്ച് ചൂടാവും, താഴെ പിന്നെ ചൂടാവും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എലമെന്റ്സ് ആണ് വീടിന്റെ ഭംഗി കേട്ടോ. നമ്മൾ അവിടെ ഇവിടെ ന്യൂക്കിലും കോർണറിലൊക്കെ കൊടുക്കുന്ന അത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല എന്നുണ്ടെങ്കിലും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഭംഗി. ഒരു ടിൻറ്റഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ 2 ബെഡ്റൂം അല്ലേ? അതെ. ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് നന്നായി അല്ലേ? പെട്ടെന്ന് സെർവ് ചെയ്യാൻ വളഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല. മർച്ചന്റ് നേവിയിലെ ലൈഫ് എങ്ങനെയുണ്ട്? അതോ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്ക് നല്ല ലൈഫാണ്, കുഴപ്പമില്ല. വർക്ക് ഭയങ്കര ഹാർഡാണ്. പിന്നെ സീ ഭയങ്കര റഫ് ആകുമ്പോൾ റഫ് സീ വരാം, വോമിറ്റിങ്ങിന്റെ ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കടൽ ചുരുക്ക് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. എനിക്ക് ഇപ്പോഴും ഉണ്ട്. നമ്മള് മാനേജ് ചെയ്ത് ഒരു ടൈമില് മാക്സിമം എത്ര സമയം വരെ നിന്നിട്ടുണ്ട്? ഞാനൊരു 10.5 മാസം വരെ നിന്നിട്ടുണ്ട് ഒരു കപ്പൽ. ഏത് കടലായിരുന്നു അത്? സൗദി സൈഡിലായിരുന്നു, ഓഫ് ഷോറിലായിരുന്നു എന്റെ ഫസ്റ്റ് കോൺട്രാക്ട്. അതിനുശേഷം 6 months 7 months ഏത് കടൽ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഓൾ വേൾഡ് ക്രോസ് ചെയ്യുന്നില്ല. പസഫിക് ക്രോസ്, അറ്റ്ലാന്റിക് ക്രോസ്, പസഫിക് എല്ലാം ചെയ്യുന്നത്. ഏറ്റവും ഭീതിതമായിട്ടുള്ള കടൽ ഏതാ? അറ്റ്ലാന്റിക് ആണ്. അറ്റ്ലാന്റിക് അല്ലേ? തണുത്ത കടൽ അല്ലേ? അങ്ങനെയുള്ള എക്സ്പീരിയൻസിൽ ഏറ്റവും ഭയങ്കരമായി മരിച്ചു പോകുന്നൊക്കെ പേടിച്ച് അല്ലെങ്കിൽ പേടിച്ച് കരഞ്ഞ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? പേടിച്ച് കരഞ്ഞാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ചെറിയ കപ്പലാണ്. മുമ്പ് ഞാൻ ടാങ്കറിലാണ് വർക്ക് ചെയ്യുന്നത്, കുറച്ച് വലുതായിരുന്നു. ഇതൊരു 70 മീറ്റർ നീളമുള്ളൂ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സിംഗപ്പൂരിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക വന്നു. ഒരു 22 ഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെയും നല്ല റോളിംഗ് ആയിരുന്നു. ആ കപ്പലിൽ വെള്ളടിച്ച് കയറുന്ന അന്ന് ഒന്ന് പേടിച്ചിരുന്നു ആ സമയത്ത്. മറിയാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ വളരെ റഫ് ഒന്നും മറിയാൻ ചാൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷെ നമ്മൾ വെതർ ഫോർകാസ്റ്റ് കിട്ടുമല്ലോ, അതിനനുസരിച്ച് ഡൈവേർട്ട് ചെയ്ത് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം ഇത് ഭയങ്കര പവർഫുള്ളായ ഒരു സംഭവമാണ് തിര അല്ലേ? അപ്പൊ ഒരു ലോകവുമായി ബന്ധമില്ലാത്ത ഭൂമി ഐ മീൻ കരയുമായി ബന്ധമില്ലാത്ത ഒരു ജീവിതം. എത്ര നാളായി? 14 കൊല്ലായി. ഓക്കെ. ഇനി എത്ര കാലം കൂടി ജോലി ചെയ്യും? ഒരു 2-3 കൊല്ലാണ്. അപ്പൊ ഇതാണ് ഗ്രീഷ്മ മഹേഷിന്റെ. നിങ്ങളെ ഓൾമോസ്റ്റ് റൈം ചെയ്യുന്ന പേരുകൾ. ഗ്രീഷ്മയുടെ ശരിക്കും വീട് എവിടെയായിരുന്നു? അവിടെ അടുത്ത് തന്നെ. ലവ് മാരേജ് ആണ് അല്ലേ? അപ്പൊ ഹസ്ബൻഡ് കടലിൽ പോകുമ്പോ എന്നുവെച്ചാൽ 6 ആഴ്ച 1.5 മാസം വലിയ കുഴപ്പമൊന്നുമില്ല. സമാധാനം കഴിഞ്ഞ ഉടനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ഒന്നും അത്രക്ക് കിട്ടില്ല. അവിടുന്ന് മെയിൽ അയക്കണം ചെയ്യാ. സാധാരണ മെയിൽ അത് ചിലപ്പോ ഇന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുക. പിന്നെ നമ്മള് റിപ്ലൈ അയച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് കിട്ടുക. അങ്ങനെയായിരുന്നു. പിന്നെ മോളുണ്ടായിട്ട് ഫസ്റ്റ് ടൈം പോയപ്പോ തന്നെ ഇന്റർനെറ്റ് അപ്പോഴാണ് പിന്നെ ഇത് ഇതായി തുടങ്ങി. അവിടെ നിന്ന് വാട്സ്ആപ്പ് കോളൊക്കെ വിളിക്കാനൊക്കെ കടലൊക്കെ കാണാം. അങ്ങനെ കടലാന്നുള്ളൊരു ഇതില്ല. ഇപ്പൊ കടലിലായാലും ഗൾഫിലായാലും നമുക്ക് ഒരുപാട് കടലിൽ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കൊണ്ടുപോയിക്കോട്ടെ. ബുദ്ധിമുട്ടൊക്കെ അറിയട്ടെ. ഞാൻ കുറെ സെയിലിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ സെയിലിംഗ് എന്ന് പറയുന്ന ലക്ഷറി ഹോട്ടലൊക്കെ അല്ലേ, നമുക്കിതൊന്നും ഫീൽ ചെയ്യില്ലല്ലോ. അപ്പൊ ഈ അടുത്ത് ഞങ്ങൾ ബേപ്പൂര് ഒരു ട്രോളിംഗ് ടീമിന്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവരോട് കടലിൽ പോയിട്ട് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ ചിരിച്ചു. പക്ഷെ ആ ഒരു പോക്കുണ്ടല്ലോ, 50 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് പോയത്. ഹോട്ടലിൽ പുറത്തേക്ക് വന്നു. ദെൻ ഇതാണ് 2 ഇവരുടെ ബെഡ്റൂംസ്. ഗ്രീഷ്മ എന്നെ കാണിച്ചു തന്നോളൂ. ഇതാണ് ഒന്ന്. ഇത് നിങ്ങളുടെ ബെഡ്റൂമാണ് അല്ലേ? നല്ല എയറി, ഇഷ്ടംപോലെ വെളിച്ചം വരുന്ന ബെഡ്റൂമാണ്. സിമ്പിൾ. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും? 14-12 150 സ്ക്വയർ ഫീറ്റോളം. ദെൻ ഇവിടെ ചെറിയൊരു വാർഡ്രോബ് കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്യാണ് ഗ്രീഷ്മ? എന്തായിരുന്നു പഠിച്ചത്? ബിടെക് എംടെക് കഴിഞ്ഞ ആള് PSC റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പൊ ഗവൺമെന്റ് ജോബ് നോക്കിയിട്ട് മോൾക്ക് എത്ര വയസ്സായിപ്പോ? ഇദ്ദേഹം വളരെ ശാന്ത സ്വഭാവക്കാരിയാണോ അതോ നമ്മളുടെ മുന്നിൽ മാത്രം? ഇടയ്ക്കിട്ട് പ്രശ്നമാണ്. എല്ലായിടത്തും അങ്ങനെയാണല്ലോ. ഇവിടെ അമ്മ അല്ലേ? അമ്മ ഉറക്കത്തിലാണോ? ചെറു വയ്യാണ്ടിരിക്കാൻ. എന്ത് പറ്റി അമ്മയ്ക്ക്?
അത് ഇവിടെ ഞരമ്പിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പൊ ഞങ്ങൾ അമ്മനെ കാണിക്കുന്നില്ല, അമ്മ അങ്ങനെ അവിടെ കിടക്കുകയാണ്. ദെൻ കിച്ചൺ ഇവിടെ മൊത്തം നിങ്ങൾ സിമ്പിൾ, നിങ്ങൾക്ക് വേണ്ട എലമെന്റ്സ് മാത്രം വെച്ചിട്ടുള്ളൂ അല്ലേ? അനാവശ്യമായിട്ട് കുറെ ജഗബോഗ അങ്ങനത്തെ ഒരു ഷോ ഓഫിൽ നിങ്ങൾക്ക് രണ്ടാക്കും താല്പര്യമില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇതൊരു സ്ലൈഡിങ് വിൻഡോ, ഇതിനുള്ളിലാണ് ആൾക്കാർ കാണാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ കയറുക. ദെൻ എനിക്ക് ഈ ഡിസൈനൊക്കെ ഇഷ്ടമായിട്ടാ. ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇത് അലുമിനിയത്തിന്റെ PVC ആണ് കൊടുത്തത്. കണ്ടോ? നിങ്ങൾ ഓപ്പൺ കിച്ചൺ ചെയ്യുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ എന്തായാലും എക്സ്ട്രാക്ടർ വെക്കണം കേട്ടോ. കാരണം വീടിനുള്ളിൽ വരുന്ന സ്മെല്ല് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ല് നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ പറ്റില്ല. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ കോൺസെപ്റ്റ് നല്ലതാണ്, അതോടൊപ്പം ഈ സാധനവും അത്യാവശ്യമാണ്. ദെൻ ഇവിടെ ഒരു വിറകടുപ്പുണ്ട്. വിറകടുപ്പ്. ഇവിടെ ബാക്കിലോട്ട് നല്ലോണം ഇതുണ്ട് അല്ലേ? ഒരു കഥ പറഞ്ഞിരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 20 സെന്റില് 2650 സ്ക്വയർ ഫീറ്റിലുള്ള വീട്. ഈ വീടിന് ഏകദേശം എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടാവും? 90 ലക്ഷം വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ ഞങ്ങൾ തറയ്ക്കും മുകളിലത്തെ റൂഫിങ്ങിന് നല്ല ഇതായി. തറയ്ക്ക് തന്നെ ഒരു 10 രൂപയോളായി. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ നാട്ടിൻപുറത്ത് വളരെ സുന്ദരമായ വീട്. പിന്നെ ഇവരെ കണ്ടിട്ട് വളരെ ശാന്ത സ്വഭാവക്കാരായ രണ്ടാൾക്കാരാണെന്ന് തോന്നുന്നത്. രണ്ടാള് മോള് ക്ലാസ്സിൽ പോയേക്കാണ് അല്ലേ? പിന്നെ അച്ഛൻ അവിടെ ഒരു പലചരക്കടയുണ്ട് അവിടെ. നിങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 12. ഇദ്ദേഹത്തിന്റെ ദേഷ്യം വരുത്തുന്ന സ്വഭാവം എന്താണ്? ഓരോന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. തിരിച്ച് ദേഷ്യം വരുന്നതോ? ഇവർക്ക് അങ്ങനെ ദേഷ്യം വരില്ല. അതെല്ലായിടത്തുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഫോൺ മാറ്റി വെക്കുക, വീട്ടുകാരായിട്ട് സംസാരിക്കുക. അത് ഞാൻ പറയാൻ പറ്റില്ല, ഞാനും ഫുൾ ടൈം ഫോണില്ല. എനിവേ എനിക്ക് മഹേഷിനെ നേരത്തെ പരിചയമില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് അടുപ്പം തോന്നുന്ന ഫാമിലി, അങ്ങനെയുള്ള വീട് കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇതിന് ആർക്കിടെക്റ്റ് അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇവർ തന്നെ ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് ആർക്കിടെക്റ്റുകൾ നമ്മൾ അടുത്ത സെഗ്മെന്റിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കാം.